എൻ്റെ അടുത്തിരിക്കാൻ നിനക്ക് ഇൻട്രസ്റ്റ് ഇല്ലേ? ത്രിലോക് സംശയത്തോടെ ചോദിക്കുമ്പോൾ ശിവ മറുപടി പറയാൻ കഴിയാതെ കുഴഞ്ഞു. എൻ്റെ യക്ഷിയമ്മേ, താല്പര്യക്കുറവ് കൊണ്ടൊന്നും അല്ല. ഇങ്ങേരുടെ ഈ നോട്ടവും ഭാവവും കാണുമ്പോൾ തന്നെ എൻ്റെ നെഞ്ചുടുപ്പൊക്കെ വല്ലാണ്ട് കൂടുക. പേടി കാരണം ശരീരം പോലും കിലുകില വിറയ്ക്കുന്നതിന് ഞാൻ എന്താ ചെയ്യേണ്ടേ? ശിവ അവനെ ദയനീയമായി നോക്കി മനസ്സിൽ ചിന്തിക്കുമ്പോൾ അവളുടെ മുഖത്ത് മിന്നിമറയുന്ന ഭാവങ്ങളിലായിരുന്നു അവൻ്റെ കണ്ണുകൾ. എൻ്റെ മുഖത്തേക്ക് നോക്കിയിരിക്കാതെ ആൻസർ പറയ് ശിവ. എന്താ നിന്റെ പ്രോബ്ലം? അല്പം ഗൗരവം ആ സംസാരത്തിൽ കലർന്നു തുടങ്ങിയതും ശിവയ്ക്ക് ഇനി മൗനം ഒരു രക്ഷയായി തോന്നിയില്ല. അത് പിന്നെ നന്ദേട്ടൻ മുമ്പ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. പെട്ടെന്ന് അടുത്തപ്പോൾ എനിക്ക് ആകെ എന്തോ പോലെ. മുൻപായിരുന്നുവെങ്കിൽ ഈ പേടിയൊന്നും എന്നിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം നന്ദേട്ടൻ ആകെ മാറി. ശിവ പരസ്പര ബന്ധമില്ലാതെ എന്തൊക്കെയോ പറയുമ്പോൾ ത്രിലോക് ഒന്നും മനസ്സിലാകാത്ത പോലെ അവളെ തന്നെ നോക്കിയിരുന്നു. ഞാൻ മാറിയതാണോ ഇപ്പൊ നിന്റെ പ്രശ്നം? അയ്യോ, അങ്ങനെയല്ല. മുമ്പൊക്കെ ദേഷ്യവും ഗൗരവവുമല്ലേ. പക്ഷേ ഇപ്പോ? അവളൊന്ന് നിർത്തി. ഇപ്പോ? ത്രിലോക് അവളെ അല്പം കൂടെ തന്നിലേക്ക് അമർത്തി. ശിവ അവന്റെ നെഞ്ചിൽ കൈയമർത്തി വെപ്രാളത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. പറയ് ശിവ, ഇപ്പൊ എന്താ? ഇപ്പോ നന്ദേട്ടൻ ആകെ വഷളായി. അവൾ വേഗം അതും പറഞ്ഞ് മുഖം താഴ്ത്തുമ്പോൾ ത്രിലോക് ഒന്ന് ഉറക്കെ ചിരിച്ചു. ശിവ ഞെട്ടലോടെ കണ്ണുകൾ വികസിപ്പിച്ച് അവനെ നോക്കി. തനിക്ക് നേരെ വരുന്ന അവന്റെ ചിരി അവളെ അത്രമേൽ അത്ഭുതപ്പെടുത്തി. നിനക്ക് വേണ്ടത് ആ പഴയ ത്രിലോകിനെയാണോ? ഓക്കെ, നിനക്ക് അവനെ മതിയെങ്കിൽ വീണ്ടും ആ ലൈഫ് സ്റ്റൈലിലേക്ക് പോകാൻ നിനക്ക് വേണ്ടി എന്തും ചെയ്യാൻ ഞാനിപ്പോൾ തയ്യാറാ. അവൻ അവളുടെ ഇടുപ്പിൽ നിന്ന് കൈയെടുത്ത് അവളുടെ ഇരു കഴുത്തിൻ്റെയും സൈഡിലായി വെച്ചു. ശിവയ്ക്ക് അതിന് മറുപടി ഉണ്ടായിരുന്നില്ല. കണ്ണുകളൊക്കെ വല്ലാതെ നിറഞ്ഞു വരുന്ന പോലെ. പക്ഷേ അപ്പോഴും എൻ്റെ ഈ ആറ്റിറ്റ്യൂഡ് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല ശിവ. നിന്നെ എനിക്കിപ്പോൾ ദ്രോഹിക്കാനല്ല, നോവിക്കാനാണ് തോന്നുന്നത്. സ്നേഹം കൊണ്ടും കാമം കൊണ്ടും വല്ലാതെ അങ്ങ് നോവിക്കാൻ. അവൻ്റെ തീവ്രമായ ശബ്ദം കാതിൽ പതിയുമ്പോൾ ശിവയുടെ ഉള്ളാകെ വിറച്ചു. അവൻ്റെ നെഞ്ചിലിരിക്കുന്ന അവളുടെ കൈകൾ അവിടെ കൂടുതൽ ശക്തമായി മുറുകി. പുറത്തുനിന്ന് വീശിയടിക്കുന്ന കാറ്റിൽ അവളുടെ മുടിയിഴകൾ ആടി ഉലഞ്ഞു. ശരീരമാകെ ഒന്ന് കുളിർന്നുകൊണ്ട് അവ മെല്ലെ കടന്നുപോയി. മിഴികൾ ഉയർത്തി അവനെ ഒന്ന് നോക്കാനും വയ്യെങ്കിലും ആ മുഖം കണ്ടുകൊണ്ടിരിക്കാനുള്ള മോഹത്തിൽ അവളുടെ കണ്ണുകൾ അവനിലേക്ക് ചലിച്ചു. വാ, അകത്തേക്ക് പോകാം. ഇനിയും ഇങ്ങനെ ഇവിടെ ഇരുന്നാൽ നീ വിറച്ച് വിറച്ച് ഒരു വഴിക്കാകും. ഏറെ നേരത്തിന് ശേഷം ത്രിലോക് അവളെയും കൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് അകത്തേക്ക് കയറി. സേതുവും കുടുംബവും അശോകനും കുടുംബവും ഇന്നത്തെ ദിവസം ബാലനോടൊപ്പമാണ് അവരുടെ വീട്ടിൽ കഴിയാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും രാവിലെ എത്തിയതാണ് അവിടേക്ക്. ഇപ്പം നേരം രാത്രിയായെങ്കിലും അവരുടെ സംസാരവും ചർച്ചകളും ഒന്നും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. രണ്ടാം നിലയിലെ ബാൽക്കണിയിൽ ഇരിക്കുകയാണ് ആൺപ്രജകളും പിള്ളേർ സെറ്റും. ഭാര്യമാരൊക്കെ താഴെയാണ്. നീ ഇപ്പോൾ നന്ദുവിനെ കാണാനോ വിളിക്കാനോ ശ്രമിക്കുന്നില്ല എന്ന് സുജി പറഞ്ഞത് സത്യമാണോ അശോക? ബിസിനസ് ചർച്ചകൾ അവസാനിച്ചതും സേതു അശോകനോടായി അത് ചോദിച്ചു. ഞാൻ പിന്നെ എന്തു വേണം സേതു? മകനെയും മരുമകളെയും ക്ഷണിച്ചു കൊണ്ടുവന്ന് എൻ്റെ കിടപ്പുമുറിയിൽ ഇരുത്തണോ? അവളെ ആ ശിവയെ സ്നേഹിക്കാനോ എൻ്റെ മകൻ്റെ പെണ്ണായി അംഗീകരിക്കാനോ ഈ ജന്മം എനിക്ക് കഴിയില്ല എന്ന് കരുതി നന്ദുവിനെ അവൾക്ക് വിട്ടുകൊടുക്കാനാണോ നിന്റെ തീരുമാനം? സേതു നീരസത്തോടെ ചോദിക്കുമ്പോൾ അശോകനിൽ ആ ചോദ്യം ഒരു തീയായി ആളിക്കത്തി. ഇല്ല, അവൻ എൻ്റെ മകനാണ്. അവനെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ അതിനുവേണ്ടി എന്തെങ്കിലും ഉടനെ ചെയ്തേ മതിയാകൂ. അവർ അടുക്കും തോറും അതിനുള്ള അവസരവും കുറഞ്ഞുകൊണ്ടിരിക്കും. അതിന് ഞാൻ ഒരു വഴി പറയട്ടെ അങ്കിൾ? അവരിൽ നിന്ന് അല്പം മാറി നിന്ന് ആദ്യം അത് ചോദിച്ചുകൊണ്ട് അവർക്കിടയിലേക്ക് കടന്നു വന്നു. ഒരു വേള എല്ലാവരുടെയും ശ്രദ്ധ അവൻ്റെ നേർക്കായി. നീ ഇതിൽ എന്ത് ചെയ്യാനാ ആദി? അച്ഛ, അങ്കിളിനെ കൊണ്ട് ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതുമാത്രമല്ല, ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്നതും മകനും മരുമകളും ആയതുകൊണ്ട് തന്നെ പരിമിതികൾ ഉണ്ടാവും. പക്ഷേ എനിക്കതിൻ്റെ ആവശ്യമില്ല. എന്ന് വെച്ചാൽ? ബാലൻ സംശയത്തോടെ ചോദിച്ചു. നമ്മളിവിടെയും ടാർഗറ്റ് ചെയ്യേണ്ടത് ശിവതയെ തന്നെയാണ്. എത്രയൊക്കെ നന്ദു അവളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാലും അവനിൽ നിന്നൊരു ചെറിയ ഫോൾട്ട് വന്നാൽ പോലും അവളെ അത് നോവിക്കും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ ഒന്ന് തെളിച്ചു പറയാതി. ഇത് കേട്ടിട്ട് ആകെ ഭ്രാന്ത് പിടിക്കുന്നു. അവളെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ നിന്നെക്കൊണ്ട്? സ്വന്തം ചോരയെ കുഴുക്കിലാക്കാനുള്ള വ്യഗ്രതയായിരുന്നു അയാളുടെ ആ വാക്കുകളിൽ. കഴിയും. എങ്ങനെ? അശോകൻ എഴുന്നേറ്റ് അവൻ്റെ അരികിലേക്ക് വന്നു. അതൊക്കെ അങ്കിൾ എനിക്ക് വിട്ടേക്ക്. എല്ലാം ക്ലിയർ ആക്കി നന്ദുവിനെ അങ്കിളിൻ്റെ അരികിൽ എത്തിക്കുന്ന കാര്യം ഈ ആദി ഏറ്റു. ആദി അടുത്ത് നിൽക്കുന്ന അശോകന്റെ തോളിൽ ഒന്ന് തട്ടിക്കൊണ്ട് പറയുമ്പോൾ അശോകൻ ഉൾപ്പെടെ എല്ലാവരും അവനെ ഒരു സംശയത്തോടെ നോക്കി. പാസ്റ്റ് കഴിഞ്ഞു, ഇനി പ്രസന്റ്. എന്തോ ഉച്ചത്തിലുള്ള ഒരു ശബ്ദം കേട്ടാണ് ശിവ ഞെട്ടലോടെ ചുറ്റും നോക്കിയത്. 2 കുട്ടികൾ പ്ലേ ഏരിയയിലിരുന്ന് കളിക്കുന്നുണ്ട്. മുന്നത്തെ കുട്ടിയുടെ കയ്യിലിരുന്ന ബലൂൺ പൊട്ടിയ ശബ്ദമാണ് ആ കേട്ടത്. ഓർമ്മകളിൽ നിന്ന് തിരിച്ചു വന്നതും അവളൊന്ന് നിശ്വസിച്ചുകൊണ്ട് മെല്ലെ എഴുന്നേറ്റു. തിരികെ ഫ്ലാറ്റിലേക്ക് വരുമ്പോൾ ഓപ്പോസിറ്റ് ഫ്ലാറ്റിലേക്ക് അവളുടെ കണ്ണുകൾ മെല്ലെ പാളി വീണു.
അടഞ്ഞുകിടക്കുന്ന വാതിൽ കണ്ട് ശിവ വേഗം തന്റെ ഫ്ലാറ്റിന്റെ ഡോർ തുറന്ന് അകത്തേക്ക് കയറി. ആ വന്നോ? ഞാൻ ദേ ടീ ഉണ്ടാക്കി ടേബിൾ വെച്ചിട്ടുണ്ട്, നീ അതെടുത്ത് കുടിക്ക്. അപ്പോഴേക്കും ഞാൻ പോയി കുളിച്ചിട്ട് വരാം, ടൈം പോയി. ലക്ഷ്യ അതും പറഞ്ഞ് റൂമിലേക്ക് കയറിപ്പോയതും ശിവ ടേബിളിന്റെ അരികിലേക്ക് നടന്ന് അവൻ ഉണ്ടാക്കി വെച്ച ചായയും എടുത്ത് സോഫയിൽ പോയിരുന്നു. ലക്ഷ്യ കുളി കഴിഞ്ഞ് വന്ന് രണ്ടാളും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. സോറി, അവിടെ പോയിരുന്ന് ടൈം പോയത് അറിഞ്ഞില്ല. ഇന്നെല്ലാം ഒറ്റയ്ക്കുണ്ടാക്കിയില്ലേ? ഏയ്, അതൊന്നും സാരമല്ല. പിന്നെ നീ ഇനി കിച്ചണിൽ കയറേണ്ട, ഡേറ്റ് അടുത്തിരിക്കുക, ലക്ഷ്യ കരുതലോടെ പറയുമ്പോൾ അവളൊന്ന് പുഞ്ചിരിച്ചു. വേദ, ഏട്ടൻ ഇറങ്ങുക. എന്തെങ്കിലും വൈകായി വന്നാൽ നീ എന്നെ വിളിക്കണം. അറിയാലോ, ഇന്ന് അല്പം ലേറ്റായേ എനിക്ക് വരാൻ കഴിയൂ. എങ്കിലും ഇടയ്ക്ക് ടൈം കിട്ടുമ്പോൾ ഞാൻ വിളിക്കാം. പിന്നെ കിച്ചണിൽ കയറി ഒന്നും ഉണ്ടാക്കാൻ നിൽക്കേണ്ട. വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സെക്യൂരിറ്റിയെ വിളിച്ചാൽ മതി. അടങ്ങി ഒതുങ്ങി ഇവിടെ തന്നെ ഇരിക്കണമെന്ന് സാരം. മനസ്സിലായോ നിനക്ക്? എന്നത്തെയും പോലെ പോകാനിറങ്ങുമ്പോഴുള്ള ക്ലാസ്സാണ് ലക്ഷ്യയുടെ വക ശിവയ്ക്ക്. 8 മാസം പിന്നിട്ടതോടെ അവന്റെ തന്നെ നിർബന്ധപ്രകാരം ശിവ പിന്നെ ജോലിക്ക് പോയില്ല. ലക്ഷ്യയ്ക്ക് വേണ്ടുന്ന ഹെൽപ്പൊക്കെ അവൾ വീട്ടിലിരുന്ന് തന്നെ ചെയ്തു കൊടുക്കും. എന്റെ വേദേട്ടാ, ഇതെന്നും പറയുന്ന അതേ ഡയലോഗ് തന്നെയല്ലേ? ഞാൻ ദേ ഇവിടെ നിന്ന് അനങ്ങില്ല, പോരെ? ശിവ ചുണ്ടു കോർപ്പിച്ച് പറയുമ്പോൾ ലക്ഷ്യ അവൾക്കരികിൽ വന്ന് ആ തലക്കിട്ടൊന്ന് കൊട്ടി. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണേടി, ഞാൻ ഇറങ്ങുക. ടൈം ആയതും അവൻ യാത്ര പറഞ്ഞു പോയി. ശിവ പിന്നെ ഹാളിൽ തന്നെ ഇരുന്ന് TV കാണാൻ തുടങ്ങി. ഏകദേശം 1 മണിക്കൂർ പിന്നിട്ടതും പുറത്തു കേട്ട കോളിംഗ് ബെല്ലിൽ അവൾ മെല്ലെ എഴുന്നേറ്റ് പോയി ഡോർ തുറന്നു. മുന്നിൽ നിൽക്കുന്ന ത്രിലോകിനെ കണ്ട് അവളൊന്നും ഞെട്ടാതിരുന്നില്ല. ഉടനെ ഞെട്ടൽ മാറ്റി അവിടെ ദേഷ്യം എടുത്തണിഞ്ഞു അവൾ. എന്താ, എന്തു വേണം? എന്നാൽ അവളുടെ ആ ചോദ്യം പാടെ അവഗണിച്ചുകൊണ്ട് അവൻ നേരെ അകത്തേക്ക് കയറി പോകുമ്പോൾ ശിവ ദേഷ്യത്തോടെ അവന് പിന്നാലെ കയറി. നിങ്ങളോട് ചോദിച്ചത് കേട്ടില്ലേ, എന്താ വേണ്ടതെന്ന്? മറുപടി പറയാതെ എങ്ങോട്ടാ ഈ ഇടിച്ചു കയറുന്നത്? അകത്ത് തന്റെ ആരെങ്കിലും ഇരിപ്പുണ്ടോ? ശിവ ദേഷ്യം കൊണ്ട് ശബ്ദമുയർത്തുമ്പോൾ ത്രിലോക് തിരിഞ്ഞവളുടെ പുച്ഛത്തോടെ നോക്കി. നിനക്കറിയില്ലേടി ഇവിടെ എൻ്റെ ആരാണ് ഇരിക്കുന്നതെന്ന്? അറിയില്ലേ എന്ന്? അവളേക്കാൾ വലിയ ശബ്ദത്തിൽ അവൻ സംസാരിക്കുമ്പോൾ ശിവ ഒന്ന് ഞെട്ടി. ശബ്ദമുയർത്തി എന്നെ പേടിപ്പിക്കാനൊന്നും നിൽക്കേണ്ട, അതൊക്കെ പണ്ട്. കൂടുതൽ ഷോ കാണിക്കാതെ സാറിന് എന്താ വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞിട്ട് പോകാൻ നോക്ക്. ശിവയുടെ വാക്കുകൾ അവനിലെ ദേഷ്യത്തെ കൂട്ടിയെങ്കിലും ത്രിലോക് തന്റെ കണ്ണുകൾ അടച്ചൊന്ന് ശാന്തമായി. ശിവദ, നിന്റെ ദേഷ്യവും വാശിയും അത് നിന്റെ മാത്രം കാര്യമാണ്. അതിൽ ഞാനോ എനിക്ക് ജനിക്കാനിരിക്കുന്ന കുഞ്ഞോ ഉത്തരവാദിയല്ല. എനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ അവകാശവും റെസ്പോൺസിബിലിറ്റീസും ഒക്കെ ഉണ്ട്. നിന്റെ ഈ ഉലക്കമേലത്തെ വാശി കൊണ്ട് അതൊന്നും വേണ്ടാന്ന് വെക്കാൻ എനിക്ക് പറ്റില്ല. സോ, അത്രയും പറഞ്ഞ് അവനൊന്ന് നിർത്തുമ്പോൾ ശിവ അവനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. അതിന് ഞാനിപ്പോൾ എന്തു വേണമെന്നാ? എൻ്റെ കുഞ്ഞിനെ പ്രസവിച്ച് നിങ്ങൾക്ക് തരണോ? ഓ, അതാകുമ്പോൾ കാമുകിക്കും കാമുകനും കാര്യങ്ങൾ കുറച്ചുകൂടെ ഈസി ആയല്ലേ അല്ലേ? അതോടെ എൻ്റെ ശല്യം തീരുകയും ചെയ്യും. പക്ഷേ ബാക്കി പറയാൻ കഴിഞ്ഞില്ല ശിവയ്ക്ക്. പിന്നിൽ എന്തോ പൊട്ടിത്തകരുന്ന ശബ്ദത്തിൽ അവൾ വിറയലോടെ തിരിഞ്ഞു നോക്കി. നിലത്ത് പൊട്ടിച്ചിതറി കിടക്കുന്ന ഗ്ലാസ് ടേബിളും അതിനു മുന്നിൽ ദേഷ്യം കൊണ്ട് വിറച്ചു നിൽക്കുന്ന ത്രിലോകും. തനിക്ക് അടുത്തേക്ക് പാഞ്ഞു വരുന്നവനെ കണ്ട ശിവ ഒരു ഉൾക്കിടലത്തോടെ നിന്നുപോയി. ഇനി നീ ഒരിക്കൽ കൂടി നിന്റെ ശബ്ദം ഇവിടെ ഉയർന്ന നിന്റെ കഴുത്തിൽ കിടക്കുന്ന നീ എന്നെ കൊണ്ട് കെട്ടിച്ച ഈ താലി വലിച്ചു പൊട്ടിച്ചങ്ങ് എടുക്കും ഞാൻ. പറയുന്നത് ത്രിലോകാണ്, ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്തിരിക്കും ഞാൻ. ശബ്ദമായിരുന്നില്ല, ഒരുതരം മുഴൽച്ചയായിരുന്നു. നിന്നിടത്ത് നിന്നൊന്നും അനങ്ങാൻ പോലും കഴിഞ്ഞില്ല ശിവയ്ക്ക്. അഹങ്കാരമാവാം, പക്ഷേ അഹങ്കരിക്കുന്നതിന് എന്തെങ്കിലും ന്യായമുണ്ടോയെന്ന് സ്വയം തിരിച്ചറിഞ്ഞത് നല്ലതാ. നിന്റെ കൺമുന്നിൽ കണ്ടതൊക്കെ സത്യമാണെന്ന് കരുതിയാണ് നിന്റെ ഈ പ്രഹസനമെങ്കിൽ നീ ദുഃഖിക്കും ശിവ, ഓർത്തു വെച്ചോ. പറയാമെന്നത് എന്തായാലും ഞാൻ ഇനി പറയുന്നില്ല. പറഞ്ഞാലും നിന്റെ ഈ തലയിൽ കയറാനും പോകുന്നില്ല. എന്താന്ന് വെച്ചാൽ ഇഷ്ടം പോലെ കാണിക്കുന്നേ. അത്രയും പറഞ്ഞ് ത്രിലോക് ഡോറിന്റെ അടുത്തേക്ക് നടന്നു. എന്നാൽ പെട്ടെന്നൊന്ന് നിന്നുകൊണ്ട് അവൻ അവൾക്ക് നേരെ തിരിഞ്ഞു. നീ നിന്റെ നാവ് കൊണ്ട് സമ്മതിച്ചാലും ഇല്ലെങ്കിലും നിന്റെ ഉള്ളിൽ കിടക്കുന്നതിന്റെ പൂർണ്ണ ഉത്തരവാദി ഞാനാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതിന് തെളിവ് വേണമെങ്കിൽ ഞാൻ തരാം. എന്താ, വേണോ? അവൻ അർത്ഥം വെച്ച് അത് പറഞ്ഞതും പെട്ടെന്ന് ശിവ ഒരു പതർച്ചയോടെ അവനിൽ നിന്ന് മുഖം തിരിച്ചു. അതുകൊണ്ട് കൂടുതൽ ഓവർ സ്മാർട്ട് ആവേണ്ട നീ. നീ കുറച്ചു മുന്നേ പറഞ്ഞതുപോലെ എൻ്റെ കുഞ്ഞിനെ നിന്നിൽ നിന്ന് കൊണ്ടുപോകാനും എനിക്കൊരു മടിയുമില്ല. ത്രിലോക് ഒരു പുച്ഛത്തോടെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ശിവ ആകെ ഒരു മരവിപ്പോടെ സോഫയിലേക്കിരുന്നു. വൈറ്റ് ആൻഡ് പിങ്ക് കളർ കോഡിൽ ആഡംബരമായി ഒരുങ്ങി നിൽക്കുന്ന ഒരു ലക്ഷറി ഓഡിറ്റോറിയം. വിശിഷ്ട വ്യക്തികൾ ഉൾപ്പെടെ ഒരുപാട് ഗസ്റ്റുകളെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട് അവിടെ. മറ്റൊന്നുമല്ല, ഇഷാനിയുടെയും അഭിയുടെയും വിവാഹമാണ് നാളെ. ഇന്നിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് പെൺവീട്ടുകാർ നടത്തുന്ന ഫംഗ്ഷനാണ്. ഓറഞ്ച് കളർ പാർട്ടി വെയറിൽ അണിഞ്ഞൊരുങ്ങി നിൽപ്പുണ്ട് ഇഷാനി. അഭിയും സെയിം ഷർട്ടും ബ്ലാക്ക് പാൻസും കോട്ടും ധരിച്ചിട്ടുണ്ട്. എല്ലാ മുഖങ്ങളിലും നിറഞ്ഞ സന്തോഷമാണെങ്കിൽ സുചിത്രയിൽ മാത്രം ഒരു ചെറു നോവായിരുന്നു. എല്ലാത്തിൽ നിന്നും മാറി നിൽക്കുന്ന അവരെയും കണ്ടുകൊണ്ടാണ് അശോക് അവർക്കടുത്തേക്ക് വരുന്നത്. നീ എന്നെ എല്ലാവർക്കും മുന്നിൽ നാണം കെടുത്താനായി കച്ച കെട്ടി ഇറങ്ങിയിരിക്കുക അല്ലേ സുജി? ഞാൻ എന്തു ചെയ്തു എന്ന അശോകേട്ടൻ ഈ പറയുന്നത്? അവർ ദയനീയമായി ചോദിച്ചു. എന്ത് ചെയ്തു എന്ന് വിശദീകരിക്കണോ ഞാനിനി?
ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മകനെ ഓർത്ത് ദുഃഖം പൂണ്ടിരിക്കുന്നതൊക്കെ കൊള്ളാം. പക്ഷേ അതേക്കുറിച്ച് ഇവിടെ ആരുടെയെങ്കിലും നാവിൽ നിന്ന് ഒരു സംസാരമുണ്ടായാൽ ഇത്രയും നാൾ കണ്ട എന്നെ ആവില്ല നീ ഇനി കാണുന്നത്. സ്നേഹിക്കാൻ മാത്രമല്ല നോവിക്കാനും എൻ്റെ കൈ ഉയരും നിനക്ക്. വലിഞ്ഞു മുറുകിയുള്ള ആ മുഖത്തിനും സംസാരത്തിനും മുന്നിൽ നിറഞ്ഞുപോയി അവരുടെ കണ്ണുകൾ. എന്താ അച്ഛാ പ്രശ്നം? അമ്മ എന്തിനാ കരയണേ? ഇഷ വേഗം തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അരികിലേക്ക് വന്നു. മാറി നിന്നുള്ള അവരുടെ സംസാരം കണ്ടാണ് അവൾ അവർക്കരികിലേക്ക് വന്നതുപോലും. അവൾക്കൊപ്പം അഭിയും ഉണ്ടായിരുന്നു കൂടെ. നിന്റെ അമ്മയ്ക്ക് നിന്റെ ഏട്ടനെ മാത്രം മതിയെന്ന്, നിന്നെയോ നിന്റെ സന്തോഷമോ ഇവൾക്കൊരു പ്രശ്നമല്ല എന്ന് അശോക് പല്ല് കടിച്ചുകൊണ്ട് പറയുമ്പോൾ ഇഷ വല്ലായ്മയോടെ അവരെ നോക്കി. സാരമില്ല അച്ഛാ, അമ്മയ്ക്ക് പിന്നെ പണ്ട് മുതൽക്കേ ഏട്ടനോടാണല്ലോ സ്നേഹക്കൂടുതൽ, അതുകൊണ്ട് ഇതൊക്കെ എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ, ഇഷ സങ്കടത്തോടെ പറഞ്ഞു. എന്തിനാ അശോകേട്ടാ ഇല്ലാതൊക്കെ പറയുന്നത്? എനിക്ക് എൻ്റെ 2 മക്കളെയും ഒരുപോലെ തന്നെയാ. എന്നിട്ടാണോടി നാളെ സ്വന്തം മകളുടെ വിവാഹമാണെന്ന് പോലും ഓർക്കാതെ നീ ഇവിടെ വന്നിരുന്ന് ദുഃഖം ആചരിക്കുന്നത്? നിന്റെ മകനെ ഞാൻ ഈ വിവാഹം ക്ഷണിക്കാത്തതൊന്നും അല്ലല്ലോ. ആ നാശം പിടിച്ചവളെയും കൊണ്ട് ഇവിടേക്ക് വരരുത് എന്നേ പറഞ്ഞുള്ളൂ. അതിന് കഴിയില്ല എങ്കിൽ വേണ്ട. സ്വന്തം അനിയത്തേക്കാൾ വലുതാണ് അവന് ഭാര്യ എങ്കിൽ അങ്ങനെ ഒരു മകനോ ഏട്ടനോ ഇല്ലെന്ന് കരുതും ഞാനും എൻ്റെ മോളും. അശോകൻ അത് തറപ്പിച്ചു പറഞ്ഞതും പെട്ടെന്നാരോ തൻ്റെ കയ്യിൽ മുറുകി പിടിക്കുന്നതായി തോന്നി അയാൾക്ക്. മുഖം ചരിച്ചു നോക്കുമ്പോൾ ഇഷയായിരുന്നു. അവളുടെ കണ്ണുകൾ വിളർച്ചയോടെ മറ്റെങ്ങോ ആണെന്ന് കണ്ട അശോകനും അവിടേക്ക് ഒന്ന് നോക്കി. തനിക്ക് പിന്നിൽ കൈകെട്ടി നിൽക്കുന്ന ത്രിലോകനെ കണ്ട് അയാളുടെ മുഖവും വിളറി വെളുത്തു.